തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ സ്വർണ്ണ കവർച്ച. തൃശൂർ ഒല്ലൂക്കരയിലാണ് ഗൃഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്നത്. ചെറുവാറ വീട്ടിൽ 72 വയസ്സുള്ള സോമശേഖരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴാണ് ഇത്തരത്തിലൊരു കവർച്ചാ ശ്രമം നടക്കുന്നത്? പ്രതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നത്. നമുക്കറിയാം, മഴക്കാലമാണ്, പുലർച്ചെയാണ്, മഴയൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് എന്ത് ശബ്ദം കേട്ടാലും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർ അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് ഈ കള്ളന്മാർ മുതലാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ സോമശേഖരൻ മാത്രമാണ് ഈ മോഷണ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. 72 വയസ്സുകാരനാണ്. ചെറുവാറ വീട്ടിൽ സോമശേഖരൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ വീടിന് പുറകുവശത്തെ ഗ്രില്ലാണ് ഈ 3 ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഇതര സംസ്ഥാനക്കാരായി ആണെന്നുള്ളൊരു ധാരണയിലുള്ള ഈ 3 മോഷ്ടാക്കൾ എത്തി പുറകുവശത്തെ ഗ്രില്ല് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സോമശേഖരനെ ബലമായി പിടിച്ച് കെട്ടിയിട്ട് മുഖത്ത് ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് ഈ വലിയൊരു സ്വർണ്ണ കവർച്ച നടത്തിയിട്ടുള്ളത്. അലമാരയിൽ ഉണ്ടാകുന്ന സ്വർണ്ണാഭരണങ്ങൾ, വളയും മോതിരവും മാലയും എല്ലാം ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അവർ കൈക്കലാക്കി അവിടെ നിന്ന് കടന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ കള്ളന്മാർ രക്ഷപ്പെട്ട ശേഷമാണ് സോമശേഖരൻ സ്വയം കെട്ടഴിച്ച് പുറത്തേക്ക് ഓടി വന്ന് അയൽവാസികളെ വിവരമറിയിച്ചത്. അയൽവാസികളെ വിവരമറിയിച്ചതിന് തൊട്ട് പിന്നാലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്കും ഇത്തരത്തിൽ വലിയ മോഷണം നടത്തുന്ന വിവരം അറിയിച്ചു. പോലീസ് സംഘം ഉടൻ മണ്ണുത്തി എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവുകളൊക്കെ ശേഖരിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഉയരം കുറഞ്ഞ് തടിച്ച് ഇരുനിറമുള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ആ ഒരു ലക്ഷണം വെച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. മാത്രമല്ല, പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. എന്തായാലും മുഖത്ത് അടിയേറ്റ സോമശേഖരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വൈദ്യ പരിശോധനയ്ക്കാണ്. കാര്യമായ പരിക്കുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാരാണ് ഈ പരിശോധിച്ച് പറയേണ്ടത്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം 45 പവൻ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വെച്ചൊക്കെ തന്നെ കണക്കാക്കിയാൽ 1/2 കോടിയോളം രൂപ വരുന്ന സ്വർണ്ണമാണ് കവർന്നത്. സ്വർണം അതും സാധാരണ ഒരു കവർച്ചയല്ല, കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ശേഷമാണ് കവർച്ച നടത്തിയത്. എന്തിനും പോന്ന ഒരു സംഘമാണ് എന്നാണ് ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും പോലീസ് കണക്കാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവരെ പിടികൂടുള്ള അന്വേഷണം തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി തുടരുകയാണ്. കാർത്തു, ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.